നമസ്കാരം. കേരളത്തിൽ ഭരണം മാറി. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു പാർട്ടിക്ക് വിശ്വസിച്ച് അധികാരം ഏൽപ്പിച്ചു കൊടുത്തു. പിണറായി വിരുദ്ധതയാണ് ഒരു പക്ഷേ കോൺഗ്രസിനെ കേരളത്തിൽ വിജയിപ്പിക്കാൻ കാരണമെന്ന് വേണം പറയാൻ. പക്ഷേ കസേരകൾ പലതും മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഇപ്പോഴും പിണറായി മോഡലിൻ്റെ നിഴലിലാണ് ഭരണം നടക്കുന്നത്, അല്ലെങ്കിൽ പിണറായിയുടെ ആ നീരാളിപ്പിടുത്തത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ ഭരണം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാർ മാറിയെന്ന് കേരളം കരുതി, പക്ഷേ ചില കസേരകളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി കസേര മാറിയിട്ടില്ല, കാവൽക്കാരനും മാറിയിട്ടില്ല. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിനു ശേഷം കേരളത്തിൽ UDF അധികാരത്തിലെത്തി. 2026 മെയ് 18 വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF സർക്കാർ അധികാരമേറ്റു. ഒരു ദശാബ്ദം നീണ്ട LDF ഭരണത്തിന് അവസാനമിട്ട് അധികാരമാറ്റം സംഭവിച്ചതായി രാഷ്ട്രീയമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇതുവരെ ശരി. പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യം കേരളത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഭരണം മാത്രമാണോ മാറിയത്? അതോ ഭരണം മാറിയെന്ന ബോർഡ് മാത്രം മാറ്റി പഴയ സംവിധാനത്തിന്റെ ചില പ്രധാന കസേരകൾ അതേപടി വെച്ചോ? യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തെ സംഭവം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഇന്നും M. ഷാജർ തന്നെയാണ് ചെയർമാൻ. അദ്ദേഹം ആരാണ്? 2023 യുവജന കമ്മീഷൻ അധ്യക്ഷനായി വരുമ്പോൾ തന്നെ DYFI കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന വ്യക്തി. ഇന്നത്തെ DYFI സംസ്ഥാന കമ്മിറ്റി പട്ടികയിലും M. ഷാജർ ജോയിന്റ് സെക്രട്ടറിയായി തുടരുന്നതായി സംഘടനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലുമുണ്ട്. അതായത് ചോദ്യം വളരെ ലളിതമാണ്. ഭരണം മാറിയെങ്കിൽ ഭരണകാലത്തെ രാഷ്ട്രീയമായി നിയമിക്കപ്പെട്ട പ്രധാന സ്ഥാനങ്ങളിലെ മാറ്റം എന്തുകൊണ്ടുണ്ടായില്ല? യൂത്ത് കോൺഗ്രസ് ചോദ്യം ഉയർത്തുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. അധികാരം മാറിയാൽ ഭരണ സംസ്കാരവും മാറേണ്ടതല്ലേ? ഒരു സർക്കാർ പരാജയപ്പെട്ട് മറ്റൊരു സർക്കാർ അധികാരത്തിലെത്തുന്നത് വെറും മുഖ്യമന്ത്രിയുടെ കസേര മാറുന്നതല്ല. ഭരണത്തിന്റെ സമീപനം മാറണം, നിയമനങ്ങളുടെ രാഷ്ട്രീയം മാറണം, സ്ഥാപനങ്ങളുടെ സ്വതന്ത്രത ശക്തിപ്പെടണം, പാർട്ടി സർക്കാർ അതിർത്തികൾ വ്യക്തമായിരിക്കണം. ഇതാണ് ജനാധിപത്യത്തിലെ അധികാരമാറ്റത്തിന്റെ യഥാർത്ഥ അർത്ഥം. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഉയരുന്ന ചിത്രം എന്താണ്? പുതിയ സർക്കാർ അധികാരത്തിലെത്തി, പുതിയ മന്ത്രിമാർ വന്നു, പുതിയ പ്രഖ്യാപനങ്ങൾ വന്നു. പക്ഷേ മുൻ ഭരണകാലത്ത് രാഷ്ട്രീയമായി ഉയർത്തപ്പെട്ട ചില വ്യക്തികൾ ഇപ്പോഴും പ്രധാന സ്ഥാനങ്ങളിൽ അതേപടി തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കും, ഭരണം മാറിയതാണോ, ഭരണത്തിന്റെ മുഖം മാത്രം മാറിയതാണോ എന്ന്. പിണറായി പോയി, പിണറായി മോഡൽ പോയോ? ഇവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയ ചോദ്യം. വ്യക്തിപരമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇല്ല. പക്ഷേ 10 വർഷം കൊണ്ട് രൂപപ്പെട്ട ഭരണ സംവിധാനത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകില്ല. അധികാര കേന്ദ്രങ്ങളോട് അടുത്തു നിന്നവർ, വിവിധ കമ്മീഷനുകളിലും ബോർഡുകളിലും കോർപ്പറേഷനുകളിലും നിയമിക്കപ്പെട്ടവർ, പാർട്ടി ബന്ധത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രാധാന്യം നേടിയവർ, സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പം സഞ്ചരിച്ച സ്ഥാപന മേധാവികൾ, ഇവരെല്ലാം ഒരേ ദിവസം അപ്രത്യക്ഷരാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരെ പുനഃപരിശോധിക്കുമോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. അല്ലെങ്കിൽ എന്തുകൊണ്ട് പുനഃപരിശോധിക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് കോൺഗ്രസ് സർക്കാരിന്റെ പരീക്ഷണം. M. ഷാജർ ഒരു വ്യക്തിയുടെ മാത്രം വിഷയമല്ല. ഇത് M. ഷാജറിനെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള വിഷയവുമല്ല. അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ചുള്ള യാതൊരു വിധിയുമല്ല. ചോദ്യം നിയമനത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. ഒരു DYFI നേതാവ് യുവജന കമ്മീഷൻ അധ്യക്ഷനാകുന്നത് നിയമപരമായി അസാധുവാണെന്ന് പറയുന്നില്ല. പക്ഷേ അതേ വ്യക്തി മുൻ LDF ഭരണകാലത്ത് രാഷ്ട്രീയമായി നിയമിക്കപ്പെട്ട ശേഷം പുതിയ UDF സർക്കാർ വന്നിട്ടും ആ സ്ഥാനത്ത് തുടരുമ്പോൾ പുതിയ സർക്കാരിന്റെ രാഷ്ട്രീയ നയം എന്താണെന്ന് ചോദിക്കാൻ വോട്ട് തന്ന് വിജയിപ്പിച്ച ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇതാണ് ജനാധിപത്യം, ഇതാണ് സുതാര്യത, ഇതാണ് രാഷ്ട്രീയ ഉത്തരവാദിത്വം. 10 വർഷത്തെ പിണറായി ഭരണത്തെ വിമർശിച്ചവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പിണറായി സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അധികാര കേന്ദ്രീകരണം, പാർട്ടി ഇടപെടൽ, സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയവൽക്കരണം, ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിലെ രാഷ്ട്രീയ പരിഗണന, ഇവയെല്ലാം UDF പലപ്പോഴും ഉന്നയിച്ച വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ അധികാരം അവരുടെ കയ്യിലാണ്. അപ്പോൾ ചോദ്യം, നിങ്ങൾ വിമർശിച്ച സംവിധാനത്തെ നിങ്ങൾ മാറ്റുമോ എന്നുള്ളതാണ്. അതോ നിങ്ങൾ വിമർശിച്ച കസേരകളിൽ നിങ്ങളുടെ ആളുകളെ ഇരുത്തിയാൽ മാത്രം മതി എന്ന് കരുതുമോ? അതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള രാഷ്ട്രീയ പരീക്ഷണം. പിണറായി മോഡലിന്റെ ഏറ്റവും വലിയ അപകടം എന്തായിരുന്നു എന്നറിയോ? പിണറായി വിജയന്റെ ഭരണത്തെ വിമർശിക്കുന്നതിന്റെ അർത്ഥം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും എല്ലാ നിയമനങ്ങളെയും തള്ളിപ്പറയുക എന്നതല്ല. പക്ഷെ ഒരു ഭരണ സംവിധാനം പാർട്ടി രാഷ്ട്രീയവുമായി അമിതമായി ചേർന്ന് പോകുന്ന സംസ്കാരം വളർത്തിയാൽ അതിന്റെ പ്രത്യാഘാതം സർക്കാർ മാറിയാലും തുടരും. ഇതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കമ്മീഷൻ അധ്യക്ഷൻ, ഒരു ബോർഡ് ചെയർമാൻ, ഒരു കോർപ്പറേഷൻ തലവൻ, അല്ലെങ്കിൽ ഒരു ഉപദേശക പദവി, ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിയമനം, ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഇവയെ കാണാം. പക്ഷെ അവയെല്ലാം ചേർന്നൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഭരണകൂടം മാറിയിട്ടും പഴയ രാഷ്ട്രീയ ശൃംഖലയുടെ സ്വാധീനം എത്രത്തോളം തുടരുന്നു? അത് എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? കോൺഗ്രസിനും ഇതിലൊന്നും രക്ഷയില്ല. ഇവിടെയാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും പാർട്ടി ആളുകളെ തിരികെ കയറ്റുന്നു എന്ന് ആരോപിക്കുക. അധികാരത്തിലെത്തിയ ശേഷം
അത് ഞങ്ങൾക്ക് പറ്റില്ല, പക്ഷേ പഴയ നിയമനങ്ങൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുക. ഇത് ജനങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തത് പാർട്ടി മാറാൻ മാത്രമല്ല, ഭരണരീതി മാറാനും കൂടിയാണ്. പിണറായിയുടെ പിടിയിൽ നിന്ന് കേരളം മോചിതമായോ എന്നുള്ള ചോദ്യം ഇവിടെ പിന്നെയും വീണ്ടും ഉയരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി ഇല്ല, സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കസേരയിലും പിണറായി ഇല്ല. പക്ഷേ പിണറായി ഭരണകാലത്ത് രൂപപ്പെട്ട രാഷ്ട്രീയ നിയമനങ്ങളുടെ ഒരു ഭാഗം ഇപ്പോഴും തുടരുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? 10 വർഷം കൊണ്ട് രൂപപ്പെട്ട ഭരണ സംസ്കാരം പൂർണ്ണമായി പൊളിച്ചെഴുതാൻ പുതിയ സർക്കാർ തയ്യാറാണോ? അല്ലെങ്കിൽ അധികാരം മാത്രം മാറി സിസ്റ്റം അതേപടി തുടരുകയാണോ? യുവജന കമ്മീഷൻ വിഷയത്തിൽ ഉയർന്ന വിമർശനം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ കസേരയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിയമനത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് ഭരണപരമായ തുടർച്ചയും രാഷ്ട്രീയമായ പുനഃസംഘടനയും തമ്മിലുള്ള ഒരു വ്യാപക സംഘർഷമാണ്. എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, എല്ലാ പ്രധാന രാഷ്ട്രീയ നിയമനങ്ങളുടെയും പട്ടിക പുറത്തുവിടണം. രണ്ടാമതായി, ഓരോ നിയമനത്തിന്റെയും കാലാവധി, നിയമപരമായ സ്ഥിതി, നിയമനത്തിന്റെ മാനദണ്ഡം ഇത് വ്യക്തമാക്കണം. ഇനി മൂന്നാമതായി, മുൻ സർക്കാർ നിയമിച്ച വ്യക്തികൾക്ക് കാലാവധി ബാക്കിയുണ്ടെങ്കിൽ അത് നിയമാനുസൃതമായി തുടരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കണം. നാലാമതായി, കാലാവധി കഴിഞ്ഞിട്ടും ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ ഉടൻ നടപടിയെടുക്കണം. ഇനി അവസാനത്തേത്, പുതിയ രാഷ്ട്രീയ നിയമനങ്ങളിൽ യോഗ്യതയും സുതാര്യതയും ഉറപ്പാക്കണം. അപ്പോഴാണ് പുതിയ സർക്കാർ പഴയ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തെളിയിക്കാൻ കഴിയുക. അല്ലെങ്കിൽ സംഭവിക്കുക മറ്റൊന്നായിരിക്കും. ജനങ്ങൾ പതുക്കെ പറയാൻ തുടങ്ങും, പിണറായി പോയി, പക്ഷേ പിണറായി മോഡൽ പോയില്ല എന്ന്. അതിനേക്കാൾ വലിയ രാഷ്ട്രീയ പരാജയം കോൺഗ്രസിന് വേറെ ഉണ്ടാകില്ല. ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. വി.ഡി. സതീശൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും ഇപ്പോഴും മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. 10 വർഷത്തെ LDF ഭരണത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതി. അധികാരത്തിൻ്റെ കേന്ദ്രം മാറി, മുഖ്യമന്ത്രി മാറി, മന്ത്രിമാർ മാറി. പക്ഷേ ഭരണത്തിൻ്റെ അടിത്തട്ടിൽ പഴയ രാഷ്ട്രീയ ബന്ധങ്ങൾ തുടരുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അധികാരമാറ്റത്തിൻ്റെ രാഷ്ട്രീയ അർത്ഥം തന്നെ നഷ്ടപ്പെടും. ഇത് യൂത്ത് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പും കൂടിയാണ്. യൂത്ത് കോൺഗ്രസ് ഇന്ന് ചോദിക്കുന്നത് ഒരു കസേരയെക്കുറിച്ചാണ്. പക്ഷേ നാളെ അവർ ചോദിക്കേണ്ടത് അതിലും വലിയ ചോദ്യമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയത് എന്തിനാണ്? പഴയ ഭരണത്തിൻ്റെ തെറ്റുകൾ തുടരാനാണോ? പഴയ രാഷ്ട്രീയ നിയമനങ്ങൾ സംരക്ഷിക്കാനാണോ? അല്ലെങ്കിൽ ഒരു പുതിയ ഭരണ സംസ്കാരം സൃഷ്ടിക്കാനാണോ? പുതിയ തലമുറ കോൺഗ്രസിനോട് ഇതിന് ഉത്തരം ചോദിക്കണം. കാരണം കോൺഗ്രസ് അധികാരത്തിലെത്തിയത് പിണറായി വിജയന്റെ കസേരയിൽ മറ്റൊരാളെ ഇരുത്താൻ മാത്രമല്ല, കേരളത്തിലെ ഭരണരീതി കൂടി മാറ്റാനാണ്. പിണറായി വിജയന്റെ നിഴലിൽ നിന്ന് കേരളം പുറത്തു വരണം. ഇന്ന് കേരളത്തിന് ആവശ്യം മറ്റൊരു രാഷ്ട്രീയ മുഖമല്ല, മറ്റൊരു ഭരണ സംസ്കാരമാണ്. പാർട്ടിക്ക് വേണ്ടി സർക്കാർ എന്നല്ല, ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ. പാർട്ടി പ്രവർത്തകർക്കുള്ള സ്ഥാനങ്ങൾ എന്നല്ല, യോഗ്യതയുള്ളവർക്ക് ഉത്തരവാദിത്തം. രാഷ്ട്രീയ വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം എന്നല്ല, പൊതുസേവനത്തിനുള്ള അംഗീകാരം. ഇതാണ് യഥാർത്ഥ മാറ്റം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാറിയാലും കേരളം മാറില്ല, പാർട്ടി മാറിയാലും ഭരണ സംസ്കാരം മാറില്ല, കസേര മാറിയാലും സംവിധാനം മാറില്ല. അപ്പോൾ ജനങ്ങൾ ഒരു ദിവസം ചോദിക്കും, 10 വർഷം പിണറായി ഭരിച്ച കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ രാഷ്ട്രീയ നിഴലിനെ പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്ന്. ആ ചോദ്യത്തിന് കോൺഗ്രസിന് ഉത്തരം പറയേണ്ടി വരും.